അപ്പൊ നമുക്ക് ഫാബ്രിക് പെയിന്റിംഗ് ചെയ്താലോ? എന്നാ ബാ, നമുക്ക് ആദ്യം ഒരു മോട്ടീഫ് വേണ്ടേ? മോട്ടീഫ് ആയിരിക്കണം ആദ്യത്തെ മോട്ടീവ് അല്ലേ? ഞാൻ എപ്പോഴും ഫാബ്രിക് പെയിന്റിംഗ് ചെയ്യുമ്പോൾ ആദ്യം ചെയ്യുന്ന കാര്യം എന്താണെന്നറിയോ? ഇതുപോലെ ഒരു മോട്ടീഫ് തിരഞ്ഞെടുക്കുക. നമ്മള് തുണിയിൽ വരയ്ക്കാൻ ഉദ്ദേശിക്കുന്ന പടം ഏതാന്ന് വെച്ചാൽ അത് ആദ്യം പേപ്പറിൽ വരച്ചെടുക്കുക. അതാവുമ്പോൾ നമുക്ക് അതിന്റെ കറക്റ്റ് സൈസും ഏത് രീതിയിലാണ് വരയ്ക്കേണ്ടതെന്നൊക്കെ ഉള്ളതിന്റെ ഒരു ഐഡിയ ആദ്യമേ തന്നെ കിട്ടും. അതുമല്ല, അതിന്റെ കൂടെ വേറൊരു ടിപ്പുള്ള എന്താന്ന് വെച്ചാൽ ഒരുപാട് കുനുകുനാന്ന് ഡീറ്റെയിലിംഗ് ഉള്ള പടങ്ങളൊന്നും വരയ്ക്കാതിരിക്കുക കേട്ടോ. തുണിയിൽ അത് വരച്ചെടുക്കാൻ നല്ല ബുദ്ധിമുട്ടായിരിക്കും. അങ്ങനെ പേപ്പറിൽ വരച്ച് റെഡിയായ മോട്ടീഫ് നമുക്ക് ട്രേസ് ചെയ്യണ്ടേ? അതിനാണ് ഞാൻ ഈ ട്രേസിംഗ് പേപ്പർ യൂസ് ചെയ്യുന്നത്. അപ്പോ നമുക്ക് പെയിന്റിങ് തുടങ്ങിയാലോ? പെയിന്റിങ് തുടങ്ങുമ്പോൾ ആദ്യം ചെയ്യേണ്ട കാര്യം എന്താണെന്നറിയാം? ഞാനിപ്പോ വരയ്ക്കുന്നത് ബേസില് സ്ട്രൈപ്സ് ഉള്ള ഒരു തുണിയിലല്ലേ. അപ്പോ ഞാൻ ആദ്യം ചെയ്യുന്നത് ഇതിന് ബേസ് അടിക്കുക എന്നുള്ളതാണ്. ബേസ് ആയിട്ട് വെള്ള ഫാബ്രിക് പെയിന്റ് അടിക്കും. അതെന്തിനാന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? അങ്ങനെ വെള്ള അടിക്കുമ്പോൾ നമുക്ക് അതിന്റെ മേളിലുള്ള കളർ എന്തടിച്ചാലും ഈ സ്ട്രൈപ്സ് മേളിൽ കാണാതെ ഇരിക്കും. ഇപ്പൊ നമ്മൾ വെള്ള അടിക്കാതെ അടിക്കുവാണെങ്കിലോ ഈ സ്ട്രൈപ്സ് നമ്മൾ എന്ത് കളർ അടിച്ചാലും ആ സ്ട്രൈപ്സ് കളറിന്റെ മേളിൽ കൂടി ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കും. അതൊരു വൃത്തികേടല്ലേ? അപ്പൊ അത് കാരണം നമ്മൾ ആദ്യം ബേസിന് വെള്ള അടിച്ചു കൊടുക്കുക. അങ്ങനെ ആ കലാപരിപാടി ഒന്ന് പൂർത്തിയായ അതൊന്ന് ഉണങ്ങാൻ വെയിറ്റ് ചെയ്യണേ. നല്ലപോലെ ഉണങ്ങിയതിന് ശേഷം മാത്രമേ നിങ്ങൾ കളർ അടിക്കാൻ തുടങ്ങാവേ. ഞാൻ സ്ട്രോബെറി മാത്രമല്ല, അതിന്റെ കൂടെ സൈഡിൽ കുറെ കുഞ്ഞു ഹൃദയങ്ങളും കൂടെ ആഡ് ചെയ്യുന്നുണ്ടേ. ഒരു രസം അല്ലാതെ എന്താ. അങ്ങനെ നമ്മുടെ ബേസ് റെഡി ആയില്ലേ? അപ്പൊ ഇനി ഇതേ നമുക്ക് കളറിങ് തുടങ്ങാം. ബേസും കൂടെ ഉള്ള സ്ഥിതിക്ക് പെയിന്റ് ചെയ്യാൻ നല്ല സ്മൂത്ത് ആയിരിക്കുവേ. ഡയറക്റ്റ് തുണിയിൽ അടിക്കുമ്പം അത്ര സ്മൂത്ത് ആയിരിക്കത്തില്ല. ഇതാകുമ്പം നല്ല സ്മൂത്ത് ആയിട്ട് പേപ്പറിൽ അടിക്കുന്ന പോലെ നമുക്ക് പെയിന്റ് അടിച്ചു എടുക്കാം കേട്ടോ. ഞാനിവിടെ യൂസ് ചെയ്തേക്കുന്ന ഫെവിക്രിലിന്റെ ഫാബ്രിക് പെയിന്റ് ആണേ. അതാകുമ്പം വെള്ളം ഒന്നും മിക്സ് ചെയ്യാതെ ഡയറക്റ്റ് നമുക്ക് തുണിയിലോട്ട് അപ്ലൈ ചെയ്യാവുന്നതേ ഉള്ളൂ കേട്ടോ. അങ്ങനെ ബേസ് അടിച്ചതിന് ശേഷം അതൊന്ന് ജസ്റ്റ് ഒന്ന് ഉണങ്ങാൻ തുടങ്ങി കഴിയുമ്പോഴാണ് പിന്നെ ഞാൻ ഈ ഷെയ്ഡിങ് തുടങ്ങുന്നത്. ഷെയ്ഡിങ് ആകുമ്പം ഏത് കളർ വെച്ച് ഷെയ്ഡ് ചെയ്യണമെന്ന് വെച്ചാൽ ആ കളർ ചെറുതായിട്ട് ചെറിയൊരു മുട്ടായിട്ട് കൊടുക്കുക. പിന്നെ അത് സ്പ്രെഡ് ചെയ്ത് കൊടുത്തു വിടുക. അതിനുശേഷം ഞാൻ ഇല കളർ ചെയ്തു. അതും ഈ പറഞ്ഞ പോലെ വെള്ള ബേസ് ഉണ്ടായിരുന്നത് കൊണ്ട് നല്ല സ്മൂത്ത് ആയിട്ട് നമുക്ക് കളർ ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ അതിനുശേഷം നമ്മളൊന്ന് വെയിറ്റ് ചെയ്യണം. ഇതെല്ലാം ഒന്ന് ഉണങ്ങിയതിന് ശേഷം മാത്രം നമുക്ക് ഇതിൽ കുഞ്ഞു കുഞ്ഞു സീഡുകൾ വരച്ചു കൊടുക്കാം കേട്ടോ. സീഡ് ഇല്ലാതെ എന്ത് സ്ട്രോബെറി. പിന്നെ ഇതിന്റെ മെയിൻ പരിപാടി എന്താന്ന് വെച്ചാൽ ഹൈലൈറ്റിംഗ്. സ്ട്രോബെറിയുടെ ഒരു ഒറിജിനാലിറ്റി വരണം എന്നുണ്ടെങ്കിൽ ഹൈലൈറ്റിംഗ് ചെയ്തേ ശരിയാവും. അത് വലിയ സംഭവമൊന്നുമില്ല കേട്ടോ, സിമ്പിളായിട്ട് ചെയ്യാവുന്നേ ഉള്ളൂ. ഞാൻ ഈ കാണിക്കുന്ന പോലെ ഇച്ചിരി ലൈറ്റ് പിങ്ക് എടുത്തിട്ട് ഇതുപോലെ ഒന്ന് വരച്ചു കൊടുത്താൽ മതി. നല്ലപോലെ ഹൈലൈറ്റ് ആയ പോലെ തോന്നും. വലിയ ആർട്ടിസ്റ്റ് ഒന്നും ആവേണ്ട കാര്യമൊന്നുമില്ല. ഈ ഇതുപോലെ സീഡിന്റെ ചുറ്റും ഒന്ന് വരച്ചു കൊടുത്താൽ മതി കേട്ടോ. അങ്ങനെ നമ്മുടെ ഹൈലൈറ്റിംഗ് പരിപാടിയും കഴിഞ്ഞു. ഇപ്പം നോക്കിക്കാം, അടിപൊളിയായില്ലേ? നല്ല 3D ഇഫക്റ്റിൽ നിൽക്കുന്ന സ്ട്രോബെറി റെഡിയല്ലേ? അതുപോലെ നമ്മുടെ ഹൃദയങ്ങൾക്കും കളർ ചെയ്തിട്ടുണ്ടേ. ഇതുകൊണ്ട് ഞാൻ കുറച്ച് സൂത്രങ്ങൾ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. അത് ഞാൻ കാണിക്കാം. ഒന്ന്, ടേബിൾ ഷീറ്റ് ആയിട്ടാണ് ഞാനിത് യൂസ് ചെയ്യുന്നത്. രണ്ടാമത് ഞാൻ ചെയ്ത എന്താണെന്നറിയാവോ? ഇത് എന്റെ ബെഡ് സൈഡ് ടേബിളിൽ കവർ ചെയ്യാൻ വേണ്ടി ചെറിയൊരു കവർ. മൂന്നാമത്തേതാണെങ്കിലോ ഫ്രിഡ്ജിന്റെ മുകളിൽ ഇടാൻ വേണ്ടി ഒരു കവർ. സൈഡിൽ ഒരു കുഞ്ഞു പോക്കറ്റും കൊടുത്തിട്ടുണ്ടേ. അപ്പോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യണം കേട്ടോ.